ഹലോ ഗൈസ് അമ്മാര്. അപ്പൊ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡെയിലി വ്ലോഗാണ്. രാവിലെ തന്നെ എണീച്ച് പൊടിയൊക്കെ വാട്ടി അമ്മച്ച് കറി വെക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ അമ്മച്ച് പറഞ്ഞ എടുക്കണ്ട്. അതിനുശേഷം ചായ വീഡിയോ കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്ന കുറച്ച് ഗസ്റ്റ് ഒക്കെ വരുന്നതിനെ കൊണ്ട് ഫുൾ പ്രിപ്പറേഷനിലാണ്. പച്ചടി ഉണ്ട്, ചിക്കൻ ഉണ്ട്. പണിയൊക്കെ കുറച്ച് നേരത്തെ തന്നെ തുടങ്ങി. എനിക്കൊരു 11 മണിയാകുമ്പോൾ ഒരു ചെറിയൊരു ക്ലാസ് ഉണ്ട്, അതിന് പോകാണ്ടായിരുന്നു. കുറച്ച് നേരത്തെ തന്നെ പണിയൊക്കെ തുടങ്ങി. ചിക്കനൊക്കെ കായം തേച്ചു. അനീസ് ഉപ്പേരിക്കുള്ളത് അരിയുണ്ട്. വെച്ച് ചോറിന് വെള്ളം വെച്ചിരിക്കണം. അപ്പോൾ ഒത്തിരി പുറത്ത് മഴ പെയ്തിട്ട് നമ്മളെല്ലാവരും കൂടെ അവിടേക്ക് ഓടിയന് കേട്ടോ. ഓടിയെത്തുമ്പോൾ തിരുമ്പതൊക്കെ നനങ്ങിയന് കേട്ടോ. മഴയൊക്കെ കഴിയുമ്പോൾ അമ്മച്ചി മീൻ മുറിക്കാനിരുന്നു കേട്ടോ. അത് എനിക്ക് ഫേവറേറ്റ് മീനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി മീൻ. ആഗോലിയാണ്. പോവാൻ ടൈം ആയപ്പോൾ 2 മുസമ്പി എടുത്ത് ജ്യൂസ് അടിച്ച് അതും കുടിച്ചിട്ടാണ് ഞാനിന്ന് ക്ലാസ്സിലേക്ക് പോയത്. ഡ്രസ്സൊക്കെ മാറി ഞാൻ പോകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ ഗസ്റ്റ് എത്തിട്ടോ. അതായത് ഉമ്മാന്റെ 7 മക്കളാണ് വന്നതെന്ന്. ഇവരാണ് ഇവിടുത്തെ കുട്ടിപ്പട്ടാളുകൾ. ഫൈക്ക, ഇസ, ഐസൽ, ഇസൂട്ടി, പിന്നെ ഇസാന്. ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോ തന്നെ ട്രോള് തുടങ്ങിന് കേട്ടോ. അവര് വരുമ്പോ കൊണ്ടുവന്നത് ഈ ചട്ടിപ്പത്തിരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മൂത്തമ്മ നല്ല അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കിയത്. ലേറ്റ് ആയിട്ടാണ് ക്ലാസ്സിലേക്ക്, അതുകൊണ്ട് പോകുമ്പോഴും എടുക്കാൻ കഴിഞ്ഞില്ല. വരുമ്പോഴാണെങ്കിൽ വീട്ടിലെത്തുന്ന ധൃതിയുണ്ട്, അതും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വീട്ടിലെത്തി. വീട്ടിലെല്ലാവരും ഫുഡ് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനിലാണ്. ഞാൻ പോയപ്പോൾ ഇതിനൊക്കെ പായസം വരെ അവിടെ ആയി. ഒരു സൈഡിൽ വെച്ച് പപ്പടം കാച്ചനുണ്ട്, ഒരു സൈഡിൽ പായസം ഉണ്ട്. കാക്ക വില വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ടൈം 3-3:30 മണിയായിക്കണേ. അപ്പോൾ ഇതിനൊക്കെ എല്ലാവർക്കും നന്നായിട്ട് വിശന്നേനു. കുട്ടികളൊക്കെ ഫുഡ് കഴിച്ച് തുടങ്ങിയിരിക്കണേ. ഞാനപ്പോൾ ഇതിനൊക്കെ എല്ലാം വളമ്പി സെറ്റാക്കി വെച്ചിരിക്കുന്നു. ഇത് ഇസ, ആ കഥ പറയുന്ന ആള് ഫൈക്ക. ഉമ്മമ്മനോട് സ്കൂളിൽ ഓരോ വിശേഷങ്ങൾ തള്ളി മറിക്കാണ്. ഞാൻ ആരോടാ വർത്തനം പിടിച്ച പെണ്ണുങ്ങൾ എന്നൊക്കെ പറയില്ലേ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഓള് ഇത്ര വലിപ്പമുള്ള മറ്റേ ഇംഗ്ലീഷായ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓള് മറ്റേ മുട്ടി ഇങ്ങനെ കളറൊക്കെ ചെയ്ത് ഞാൻ മറ്റേ അങ്ങോട്ടുള്ള മുട്ടി സോളില്ല. രണ്ടാമത്തെ സോളൊന്നുമില്ല, അടുക്കാണ്. അപ്പൊ ഫസ്റ്റ് ഓട്ടുമ്പോ ആൾക്കാർ സുഖല്ല എന്തൊക്കെ അതൊക്കെ ഒക്കെ ചോദിക്കും. ഇത് ഇങ്ങനെ നോക്കിക്കും. നമ്മള് അവര് സംസാരം കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഫുള്ള് അങ്ങോട്ട് നീണ്ടു പോയി. കുറച്ച് നേരം തന്നെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ആര് ഫുഡ് കഴിക്കാൻ വിളിച്ച് ഞാൻ കൊഴിഞ്ഞല്ലാണ്ട്. പിന്നെ അനീസി ഉമ്മയൊക്കെ വേഗം പോയി കുളിച്ച് വന്ന് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇല നിരത്തി ഫുഡൊക്കെ കൊണ്ടുവച്ച്. ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ പായസം മറന്നുപോയി. പിന്നെ അത് ശേഷമായിട്ടോ ഞാൻ പായസം കൊണ്ടുവച്ചത്. അങ്ങനെ വിഭവങ്ങളൊക്കെ ഞാൻ ഓരോന്നിലായിട്ട് വിളമ്പി. നമ്മൾ ടോട്ടൽ 9 പേരുണ്ടായതിനെ കൊണ്ട് ഇരിക്കാൻ കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു. പക്ഷെ കുട്ടികളൊക്കെ ഫസ്റ്റ് ഓൾറെഡി കഴിച്ചതിനെ കൊണ്ട് കുഴപ്പമില്ല. ഇസിയും ഫൈക്കും മാത്രമേ നമ്മളെ കൂടെ ഇരുന്നിട്ടുള്ളൂ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുട്ടിപ്പട്ടാളം എല്ലാവരും കൂടെ നമ്മളെ റൂമിലേക്കാട്ടോ നേരെ വന്നത്. പിന്നെ പ്ലാനിങ് ഒക്കെ മാറ്റി അന്ന് ബീച്ചിലൊക്കെ പോയാലോ എന്നുള്ളവിടം വരെ എത്തി.
പെൺകുട്ടികളായതുകൊണ്ട് തന്നെ എന്റെ റൂമൊന്നും മാറിയിട്ടില്ല. ലിപ്സ്റ്റിക്കും ഐലൈനറും കൺവെൻഷനും ഒക്കെ ആയിട്ട് എല്ലാരും കൂടെ ഒരു രസേനു. അങ്ങനെ ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. ഞാനും ബ്ലാക്ക് ആണ്, ഇക്കാക്കും ബ്ലാക്ക് ആണ്. പിന്നെ നേരെ താഴോട്ട് പോയി ഉമ്മച്ചി മാറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നിസ്താത്തൊക്കെ മാറ്റി സെറ്റ് ആയിരുന്നു. ഞാനും നിസ്താത്ത് വണ്ടുമലായിട്ട് പോകണം. ഒരുപാട് പേരുണ്ടായതിനെ കൊണ്ട് കാറിന് സ്ഥലം ഉണ്ടാവില്ല. പിന്നെ മക്കളൊക്കെ ഓരോരുത്തർ ഓരോ സൈഡിൽ നിന്ന് മാറ്റി മാറ്റി വരുന്നുണ്ട്. അങ്ങനെ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബീച്ചിലെത്തുമ്പോൾ തന്നെ നല്ല ലൈറ്റ് ആയിട്ടുണ്ട്. പോരാത്തതിനാണെങ്കിൽ അവിടെ ഒരൊറ്റ പീഡിയക്കാരൊന്നും തുറന്നിട്ടില്ല. കുട്ടിക്ക് കളിക്കുന്ന സാധനങ്ങളും കുറച്ച് ബബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത്. അങ്ങനെ കുട്ടികളായിട്ട് കളിച്ചിരുന്ന ടൈം പോയതാറില്ല. മക്കൾക്കൊക്കെ വിശക്കുന്നതിനെ കൊണ്ട് അവിടെ അടുത്തുള്ള ചിക്കിങ്ങിലേക്കാണ് നമ്മൾ വേഗം കയറിയത്. അങ്ങനെ ചിക്കിങ്ങിലെത്തി നെസ്താത്ത ഇക്കാക്കിയാണ് ഓർഡേഴ്സ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾക്ക് ഇവിടെ ഇരുന്ന് സെറ്റായി. അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.